ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് നറോട്ടോ ചാപ്റ്റർ 2 കൊളാബറേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റിവാർഡ്സ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. പിന്നെ നമുക്ക് ട്രെയിലർ എൻ്റെ കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും വിശദമായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ജൂലൈ മന്ത് ബൂയ ബസ് വരാൻ പോവുകയാണ്. അപ്പോൾ 1-ാം തീയതി ഇതേപോലത്തെ ഒരു ഇവന്റ് വരുന്നതായിരിക്കും, 7 ദിവസത്തേക്കായിട്ട് റിംഗ് ഇവന്റ്. അപ്പോൾ ഈ റിംഗ് ഇവന്റിൽ ടോക്കൺ നിന്നൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ ബൂയ ബസ്. ഇതേപോലത്തെ 1-ാം തീയതി വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് 1-ാം തീയതി ആനിവേഴ്സറി, നമ്മുടെ ഈ ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഫ്രീ റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഈ പ്രൈം 2-ലോ 3-ലോ എത്തി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ പ്രൈമിൽ 2-ഓ 3-ലൊക്കെ എത്തി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫ്രീ റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡൻ ക്രിമിൽ സ്പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 5 വൗച്ചറും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതേപോലത്തെ ഒരു കാറിൻ്റെ സ്കിന്നും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ 1-ാം തീയതി നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വേറൊരു ഫ്രീ റിവാർഡ് വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ഗണ്ണിൻ്റെ സ്കിന്നാണ്. ഓക്കെ, ഗൺ സ്കിന്നാണ്. ഈ ഒരു ഗൺ സ്കിൻ നമുക്ക് 1-ാം തീയതി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. 1-ാം തീയതി 7-ാം തീയതി ഉണ്ടാകുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. കുറച്ച് മിഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗൺ സ്കിന്ന് പർച്ചേസ് ചെയ്യാൻ, ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് മാജിക് ക്യൂബ് വരുന്നുണ്ടല്ലോ. മാജിക് ക്യൂബ് നമുക്ക് ഫ്രീ ആയിട്ട് എഴുത്താനുസരിച്ച് ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് 4-ാം തീയതി ആയിരിക്കും വരുന്ന പീക്ക് ഡേ. ഓക്കെ, എഴുത്താനുസരിച്ച് ഇവന്റിന്റെ പീക്ക് ഡേ ആയ 4-ാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഈ ഒരു ഇവന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ വരുന്നുണ്ട് ഗെയിമിനുള്ളിലേക്ക്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും ബാക്കിൽ കുറച്ച് ക്രിമിനൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിൽ ടോപ്പ് ക്രിമിനൽസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ടോപ്പ് ക്രിമിനൽസ് എല്ലാം നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഗോൾഡൻ ക്രിമിനലിന്റെ റോയൽ വഴി എക്സ്ചേഞ്ച് ടോക്കൺസ് വെച്ചിട്ട് നമുക്ക് ഈ ടോപ്പ് ക്രിമിനൽസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് റിട്ടേൺ വരുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. എയ്ത്താനസയുടെ ഭാഗമായിട്ട് ഒരു ട്രെയിലർ നമ്മുടെ ഗെയിമിനുകാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ ഈ ഒരു വണ്ടിയിലൊക്കെ ഓടി പോകുന്നത് നമ്മുടെ കെല്ലിലേക്ക് ആയിട്ട്. അപ്പോൾ ഇതിൽ ട്രെയിലറിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു നറോട്ടോയുടെ അച്ഛനായി നമ്മുടെ മിനാറ്റോനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സർപ്രൈസ് ആയിട്ട്. ഓക്കെ, എന്തായാലും നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും സർപ്രൈസ് ആയിട്ടാണ് ഇതൊരു ലാസ്റ്റ് ഒരു എൻഡ് സ്ക്രീനിൽ ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ മിനാറ്റോനെ മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സിഗ്നലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നറോട്ടോ ചാപ്റ്റർ 2 വരുന്നുള്ള ഗെയിമിനുള്ളിലേക്ക്. അപ്പോൾ അതിന് പറ്റിയിട്ട് ചെറിയൊരു സിഗ്നൽ തന്നുള്ളൂ. നമ്മുടെ ഈ ഒരു എയ്ത്താനസറി ഇവന്റ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് നറോട്ടോ ചാപ്റ്റർ 2 വരുന്ന ഒരു സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇറ്റാച്ച് ബണ്ടിലൊക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക്. അപ്പോൾ ഈ നറോട്ടോ ചാപ്റ്റർ 2 ഷിപ്ഡ് നമ്മുടെ ഒഫീഷ്യൽ ഒരു ചെറിയൊരു ട്രെയിലർ നമുക്ക് ഗ്ലിംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നറോട്ടോ ചാപ്റ്റർ 2-ന്റെ ഒരു ചെറിയൊരു ടീസർ ഗ്ലിംസ്. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാൻ പറ്റും ക്ലോക്ക് ടവറിലാണ് നടക്കുന്നത് സംഭവം. അപ്പോൾ നമ്മുടെ നറോട്ടോയുടെ സീരീസിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കാൻ പറ്റും. നമ്മുടെ ഇറ്റാച്ചി ബണ്ടിൽസ് ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ഫ്രീ ഫയറിൽ കുറച്ച് ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ കെല്ലിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു കൊളാബറേഷൻ വരാൻ പോലെ നമ്മുടെ ചാപ്റ്റർ 2-ന്റെ കൊളാബറേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും, ഫ്രീ ഇമോട്ട് കിട്ടുന്നതായിരിക്കും, ഫ്രീ ബണ്ടിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ പെയ്ഡ് ഇവന്റ് ആയിട്ട് നല്ല അടിപൊളി മാസ് ബണ്ടിൽസ് ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പെയ്ഡ് ഇവന്റ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പെയ്ഡ് ഇവന്റിൽ എടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഓഗസ്റ്റ് മാസമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നമ്മുടെ OB 50 അപ്ഡേറ്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ OB 50യുടെ അപ്ഡേറ്റിന് ശേഷമായിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഈ ഒരു ഇവന്റ് വരാൻ പോകുന്നത്. നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് അപ്പോൾ ബ്ലഡ് മൂൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ ഈ ക്ലോക്ക് ടവറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇവരൊക്കെ. ബ്ലഡ് മൂൺ ഏരിയ വരുന്നുണ്ട് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് അവർ കൺഫേം ആക്കിയിട്ടായിരുന്നു. ഈ ക്ലോക്ക് ടവർ ആയിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഒരു ബ്ലഡ് മൂൺ ഏരിയ ആയിട്ട് അവർ കൊണ്ടുവരിക. അപ്പോൾ ഈ ബിഗ്ഗസ്റ്റ് കൊളാബറേഷനായി നറോട്ടോ ചാപ്റ്റർ 2-ന്റെ കൊളാബറേഷന് വേണ്ടി ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ആയിരുന്നു കമന്റ് ചെയ്യുക. ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ കൊളാബറേഷന്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആ വീഡിയോ നമ്മൾ കണ്ടു നോക്കി നോക്കുന്നത് നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് വരാൻ കുറച്ച് റിവാർഡ്സ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ചെറിയൊരു ടീസർ ഗ്ലിംസർ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ സ്ക്വിഡ് ഗെയിം വരാൻ പോകുന്നത് നമ്മുടെ ജൂലൈ 14 തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടീസർ ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബണ്ടിൽസ് കാണാൻ പറ്റും. പിന്നെ കുറച്ച് വരാൻ പോകുന്ന ബാഗിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ആ ടീസറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഗെയിമിലേക്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ ഇവന്റ് വരാൻ പോകുന്നത് 14 തീയതിയാണ്. 14 തീയതി 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സ്ക്വിഡ് ഗെയിമിൻ്റെ ഇവന്റ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 8th ആനിവേഴ്സറി ഇവന്റ് 14 തീയതി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സ്ക്വിഡ് ഗെയിം വരുന്നത്. അപ്പോൾ സ്ക്വിഡ് ഗെയിം അവസാനിക്കുന്നത് ഈ ഒരു ജൂലൈ മന്ത് എൻഡിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജൂലൈ മന്ത് എൻഡ് അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് OB50യുടെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. OB50യുടെ അപ്ഡേറ്റിന് ശേഷമാണ് നറോട്ടോ ചാപ്റ്റർ 2 കൊളാബറേഷൻ ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈനപ്പ് എന്തായാലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും 8th ആനിവേഴ്സറി സ്ക്വിഡ് ഗെയിമിൻ്റെ കൊളാബറേഷൻ നറോട്ടോ ചാപ്റ്റർ 2. ഓക്കെ, അപ്പോൾ ഈ 3 ഇവൻ്റാണ് ഇപ്പോൾ റണ്ണ് ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന 8th ആനിവേഴ്സറി പിന്നെ റണ്ണാവാൻ പോകുന്നത് സ്ക്വിഡ് ഗെയിമിൻ്റെ കൊളാബറേഷനും നറോട്ടോ ചാപ്റ്റർ 2ൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡയമണ്ട് ഒക്കെ കൂട്ടുന്ന ഇവൻറ്റ്സ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നറോട്ടോ ചാപ്റ്റർ 2ൻ്റെ ഇവൻറ്റിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 4000 മിനിമം 5000 ഡയമണ്ട് ഒക്കെ വേണ്ടി വരും നല്ലൊരു ബണ്ടിൽ എടുക്കണമെങ്കിൽ തന്നെ. ഓക്കെ, പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ കൊളാബറേഷൻ വരുമ്പോൾ ഒരു 3000-4000 ഡയമണ്ട് വീണ്ടും കിട്ടുന്നതായിരിക്കും ഗരീനകാർക്ക്. അപ്പോൾ നല്ല ലാഭം കിട്ടുന്നതിനാണ് കുറച്ച് ഇവൻറ്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 8th ആനിവേഴ്സറി സ്ക്വിഡ് ഗെയിമിൻ്റെ കൊളാബറേഷൻ നറോട്ടോ ചാപ്റ്റർ 2 ഇപ്പോൾ വരാൻ പോകുന്നു. നല്ല ഡയമണ്ട്സ് പൊട്ടിക്കണ നല്ല പൈസ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന കുറച്ച് അപ്കമിങ് ഇവൻറ്റ്സും പിന്നെ നമ്മുടെ ടീസറിൻ്റെ റിയാക്ഷനൊക്കെ. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇവൻറ്റ്സിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതായിരുന്നു കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഇതിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.